ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീകാന്ത്, ഇതിൽ ഇത് ഒരു വലിയ കോളിളക്കം ഈ റിപ്പോർട്ട് ഉണ്ടാക്കുമോ എന്നുള്ളൊരു ആകാംക്ഷ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ചില ഭാഗങ്ങളൊക്കെ നീക്കിയിട്ടുണ്ടെങ്കിലും സ്വകാര്യതയുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ച നിലപാട്, കോടതി ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ അതൊന്നുകൂടി ആവർത്തിക്കാമോ ശ്രീകാന്ത്? റീജിത്ത്, നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് പുറത്തുവിടുന്നതിനെതിരെ സജിമോൻ പാറയിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. അവിടെയാണ് കാര്യങ്ങൾ തുടങ്ങുന്നത്. അതായത് ഇതിൻ്റെ നിയമ പോരാട്ടം തുടങ്ങുന്നത് അവിടെയാണ്. അതിനുശേഷം വിവരാവകാശ കമ്മീഷൻ ഇതിൽ കക്ഷിയായി തങ്ങളുടെ ഭാഗം വിശദീകരിക്കുകയുണ്ടായി. തുടർന്ന് വനിതാ കമ്മീഷന്റെ ഭാഗം കേട്ടു. ഈ വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അവരുടെ ഭാഗം കേൾക്കുകയും ചെയ്തു. അത്തരത്തിൽ എല്ലാ ഭാഗത്തിൻ്റെയും കാര്യങ്ങൾ കേട്ട് അഭിപ്രായം കേട്ട ശേഷമാണ് സിംഗിൾ ബെഞ്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ നിർദ്ദേശം നൽകിയത്. അപ്പോഴും പറഞ്ഞ കാര്യം, ഇതിൽ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ അത് പുറത്തുവിടരുത് എന്ന് തന്നെയാണ്. അക്കാര്യം കൃത്യമായി പാലിക്കുകയും ചെയ്യണം എന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 82 പേജിലധികം ഒഴിവാക്കും എന്നുള്ളതാണ് ആ ഘട്ടത്തിൽ പുറത്തു വന്ന വിവരം. അതിൽ കൂടുതലുണ്ടെങ്കിലും അത് നീക്കം ചെയ്ത ശേഷം മാത്രമേ റിപ്പോർട്ട് പുറത്തുവിടുകയുള്ളൂ. അത് സർക്കാരിന് അതിനുവേണ്ടി 7 ദിവസത്തെ സാവകാശവും നൽകി. ആ നൽകിയ സാവകാശം അത് ഇന്ന് അവസാനിക്കുകയാണ്, ആ 7 ദിവസം. ഇതിനിടയിലാണ് രഞ്ജിനി, സിനിമാ താരം കൂടിയായ രഞ്ജിനി, ഡിവിഷൻ ബെഞ്ചിനെ അപ്പീലുമായി സമീപിക്കുന്നത്. അവർ പറഞ്ഞത് താൻ ഇതിൽ മൊഴി നൽകിയ വ്യക്തിയാണ്, തനിക്ക് ഇതിൽ തൻ്റെ മൊഴി പുറത്തു വരുമോ എന്നൊരു ഭയമുണ്ട്, തൻ്റെ സ്വകാര്യത ലംഘിക്കപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്നു എന്ന് സിനിമാ താരം രഞ്ജിനി പറയുകയും ചെയ്തു. ഇന്ന് ഡിവിഷൻ ബെഞ്ച് ആ ഹർജി പരിഗണനയ്ക്കെടുത്തു. തുടർന്ന് വാദം കേട്ട ശേഷം അവരുടെ ഈ ഹർജി തള്ളിക്കളയുകയാണ് കോടതി ചെയ്തത്. നേരെ മറിച്ച് അവരോട് സിംഗിൾ ബെഞ്ചിനെ സമീപിക്കാനും പറഞ്ഞു. അതിനൊരു കാരണം പറയാവുന്നത്, നേരത്തെ ഇവരിതിൽ ഹർജിക്കാരിയായിരുന്നില്ല, കക്ഷിയായിരുന്നില്ല. അവർക്ക് അവരുടെ ഭാഗം ഈ സിംഗിൾ ബെഞ്ച് മുൻപാകെ അവതരിപ്പിക്കാനും സാധിച്ചിരുന്നില്ല. ഇനിയിപ്പോൾ അവർക്ക് സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച് അത് പറയാൻ സാധിക്കും. 1:45 1:45 സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണനയ്ക്കെടുക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം. നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ ഈ ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു സിംഗിൾ ബെഞ്ച് എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനിടയിൽ 2:30-ക്ക് ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇനി ഏതെങ്കിലും കാരണവശാൽ കോടതിയുടെ ഉത്തരവ് എതിരാണെങ്കിൽ പോലും സർക്കാരിന് പറഞ്ഞു നിൽക്കാവുന്ന ഒരു കാര്യം, തങ്ങൾ നേരത്തെ തന്നെ ഈ ഡിവിഷൻ ബെഞ്ചിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള വിധി വന്നപ്പോൾ തന്നെ ആവശ്യക്കാർക്ക്, ഇതിൽ അപ്ലൈ ചെയ്തിരുന്ന ആളുകൾക്ക് കോപ്പി കൊടുക്കാം, 2:30-ക്ക് നൽകാമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഇടപെട്ട് അത് സ്റ്റേ ചെയ്തു, അതിനാൽ പിൻവാങ്ങുന്നു എന്ന് സർക്കാരിന് വേണമെങ്കിൽ പറഞ്ഞു നിൽക്കാം. ഇനി അഥവാ അനുകൂലമാണെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്യാം. എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ ഇപ്പോൾ ഒരു സേഫ് സോണിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. 1:45 കോടതി സിംഗിൾ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ച് തള്ളിയാലും ഇനി അഥവാ ഹർജി അംഗീകരിച്ചാലും സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ സേഫായി കഴിഞ്ഞു. ഈ ഹർജി തള്ളിയാൽ റിപ്പോർട്ട് പുറത്തുവിടാം. ഇനി അഥവാ ഹർജി അംഗീകരിച്ച് വീണ്ടും വാദം കേൾക്കാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സർക്കാരിന് പറയാനൊരു കാര്യമുണ്ട്, 2:30-ക്ക് ഇത് പുറത്തുവിടാൻ ഞങ്ങൾ തീരുമാനിച്ചതാണ്, ഞങ്ങൾ അക്കാര്യം മെയിൽ മുഖേന അറിയിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സിംഗിൾ ബെഞ്ച് വീണ്ടും ഇടപെട്ട് സ്റ്റേ നൽകിയിരിക്കുന്നു, അതിനാൽ പുറത്തുവിടാൻ സാധിക്കില്ല എന്ന് സർക്കാരിന് പറഞ്ഞും നിൽക്കാം. അപ്പോഴും ഒരു കാര്യമുണ്ട്, ഈ 1:45-ന് മുൻപ് വേണമെങ്കിലും സർക്കാരിന് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് നിയമപരമായി തടസ്സമില്ല, സാങ്കേതികമായി തടസ്സമില്ല. പക്ഷേ സർക്കാർ തൽക്കാലം കാത്തു നിൽക്കുകയാണ്. എന്തായാലും 1:45-ന് കേസെടുക്കും. ആ ഘട്ടത്തിൽ അതുകൂടി കേട്ട ശേഷം 2:30-ക്ക് ഇത് പുറത്തുവിടാം എന്നാണിപ്പോൾ സർക്കാരിൻ്റെ നിലപാട്. കാത്തിരിക്കാം. സ്വകാര്യമായ വിവരങ്ങൾ ഉണ്ടാകില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ആ റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായും ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കും എന്നുള്ള ഘട്ടമായിരുന്നു നേരത്തെ. കാരണം രഞ്ജിനിയുടെ ഹർജി 3 മണിക്ക് പരിഗണിക്കാനായിരുന്നു കോടതി തീരുമാനിച്ചത്. ആ ഘട്ടത്തിൽ 2:30-ക്ക് റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ള കാര്യം സർക്കാർ തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി ആ കേസ് വീണ്ടും 1:45-ന് പരിഗണിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോഴും ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം രൂപപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്.